നമസ്കാരം. എല്ലാ ദിവസവും ബ്ലോക്ക് ചെയ്തിട്ടും ആ, അവളോ അവനോ നിങ്ങളുടെ സ്റ്റോറി കാണുന്നുണ്ടോ? ഇത് സ്നേഹമാണോ അതോ വെറുപ്പാണോ? ഇല്ല. ഇതിൻ്റെ പിന്നിൽ 3 സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ മൂന്നാമത്തേത് മൈൻഡ് ബ്ലോയിങ് ആണ്. അവസാനം വരെ കണ്ടിരിക്കുക. ബ്ലോക്ക് ചെയ്യുന്നത് എനിക്ക് ഇന്നയാളെ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടിയാണ്. പക്ഷെ അവരുടെ ഈഗോ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ഈ റിജക്ഷൻ. അപ്പോൾ അവർ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കും. നീ ഞാനില്ലാണ്ട് സന്തോഷവാനാണോ? ഇതിന് നാർസിസ്റ്റിക് ഇഞ്ചറി എന്നാണ് പറയുക. അപ്പോൾ സൈക്കോളജിയിൽ റിജക്ഷൻ ഈസ് ഈക്വൽ ടു ഫിസിക്കൽ പെയിൻ ആണ്. മനസ്സിലായോ? റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പെയിനോട് തുല്യമാണ്. അതുകൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി അവരുടെ ബ്രെയിൻ അവർ ഫോഴ്സ് ചെയ്യും. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞങ്ങൾ സ്റ്റോറി പോയി നോക്കുക. ആള് നീ ഇല്ലാണ്ട് കരയുകയാണോ, അത് സന്തോഷവാനാണോ എന്നൊരു കൺഫേം ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അറ്റൻഷൻ, റിപ്ലൈ, കെയർ, അതൊക്കെ അവർക്ക് ഡോപ്പമൈൻ ആയിരുന്നു. ബ്ലോക്ക് ചെയ്ത നിമിഷം ഈ ഒരു ഡോപ്പമൈൻ അവർക്ക്, ഈ ഒരു ഡ്രഗ് അവർക്ക് കിട്ടാണ്ടായി. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ, അവർ പിന്നെ അത് തേടി പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് അവർ നിങ്ങളെ സ്റ്റോറി, സ്റ്റാറ്റസ്, മറ്റുള്ള സോഷ്യൽ മീഡിയ ഐഡിയാസിലൊക്കെ അവർ തേടി വരുന്നത്, ആ ഒരു ഡോപ്പമൈൻ ചേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊരു സ്നേഹമല്ല, ഇതൊരു വിഡ്രോവൽ സിംറ്റമാണ്. മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന സിനാരിയോ മാറ്റി ഇനി ഓപ്പോസിറ്റ് ആളെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണ് ഒരു റിലേഷൻ. അപ്പം അവരുടെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടാവും, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യാണ്, ഇപ്പം എൻ്റെയിലാണ് താക്കോൽ, എൻ്റെയിലാണ് പവർ, എന്നെ കൺട്രോൾ ചെയ്യാനുള്ള പവർ. പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ ആ ഒരു ആളെ ഇഗ്നോർ ചെയ്യുക. നിന്നെ ബ്ലോക്ക് ചെയ്ത് ഓക്കെ, എനിക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് റിലേഷനിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു പോസ്റ്റൊക്കെ ഇടും, നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനൊരാൾ ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്തതാണല്ലോ, ഇവന് എന്താണ് ഇങ്ങനെ, ഇവന് കുറ്റബോധമൊന്നുമില്ല, ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ലേ, ഇവന് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ എന്നുള്ളൊരു തോട്ട്, ഒരു ജലസി, ഒരു റിവെഞ്ച്. അപ്പോൾ ഈ സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യണം, മൈൻഡ് ഗെയിം ചെയ്യുകയാണ്. മീൻസ് ഇനി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവൻ എന്നെ സ്വീകരിക്കുമോ? കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ മനസ്സിലാവില്ല, നിങ്ങൾ സാഡ് പോസ്റ്റുകളാണ് ഇടുന്നത്. അങ്ങനെ കണ്ട് അവർക്ക് മനസ്സിലായില്ല, നിങ്ങൾ മൈൻഡ് ഗെയിമാണ് ഇത്. അപ്പോൾ ഇതിന് ഉള്ള പോം വഴി എന്താണ്? ഒന്നാമത്തെ കേസ്, ഇന്ന ആൾ എൻ്റെ സ്റ്റാറ്റസ് കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി കാണുന്നു ഫേക്ക് ഐ ഡിയിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റോക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്താ നിങ്ങൾ ഇന്ന ആളെന്നെ കാണുന്നുണ്ട്, എനിക്ക് എൻ്റെ വെളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കുക. നിങ്ങൾ ആ ഒരാളുടെ പുറകെ വീണ്ടും സാഡ് സ്റ്റോറിയൊക്കെ ഇട്ട്, നിങ്ങൾ ഹാപ്പി സ്റ്റോറീസ് മാറ്റി സാഡ് സ്റ്റോറീസൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് വിചാരിക്കും 20ലാണ് കൺട്രോൾ, ഇപ്പോഴും അവനെ ഇഷ്ടം വേദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഹാപ്പി ലൈഫ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അതിൻ്റെ ആളെ ഇഗ്നോർ ചെയ്ത് തന്നെ പോവുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ FB, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും നിങ്ങൾക്കിപ്പോൾ സ്റ്റോറി, സ്റ്റാറ്റസ്, ഐഡിയകൾ സെറ്റപ്പ് ഉണ്ട് അല്ലേ, സംവിധാനമുണ്ട്. അത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ സ്റ്റോറി കാണാണ്ടാവും. അപ്പോൾ അവരിൽ കൺട്രോളൊക്കെ പോകും, നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ അവരെ ഉണ്ടാവുകയില്ല. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം നോ കോൺടാക്ട്. 90 ദിവസം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ബ്രെയിനും ഹീലാവും, നിങ്ങൾക്ക് നല്ലപോലെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അല്ലാതെ നിങ്ങളെ പീസാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സമാധാനമാണ് ഒരു എന്താ ഒരു ടെറബിൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മെൻ്റൽ പീസാണ്. ഐ എം സാമുവൽ ബിജു ഫ്രം മൈൻഡ് വെദർ. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നോ കോൺടാക്ട് റൂൾ എങ്ങനെ ബ്രെയിൻ റീസെറ്റ് ചെയ്യും എന്ന് നമുക്ക് സംസാരിക്കാം. ബൈ.